അൽ ഐനു ഹക്കുൻ എന്ന് പറയുന്ന ഹദീസ്, അങ്ങനെ ഹദീസ് ഉണ്ടല്ലോ. കണ്ണേറ് എന്ന് പറയുന്നത് സത്യമായ ഒരു സംഗതിയാകുന്നു എന്നാണ് ഇതിൻ്റെ മലയാളത്തിലെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ആരും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെയാണ് അങ്ങനെ ചെയ്യുക, കുടുംബപരമായ ഫോട്ടോകൾ വീഡിയോകളൊക്കെ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രസരിപ്പുള്ള അല്ലെങ്കിൽ സന്തോഷമെന്ന് തോന്നിപ്പിക്കുന്ന വേളകൾ മറ്റുള്ളവരെയും കൂടെ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് സ്റ്റാറ്റസായിട്ടും ഒക്കെ പബ്ലിക് ആയി പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. തീർച്ചയായിട്ടും ഇത് അസൂയക്കും അതുവഴി കണ്ണേറിനും വഴിവെക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചെയ്തികളും ശീലങ്ങളും ഒഴിവാക്കേണ്ടത് കുടുംബപരമായ ഭദ്രതക്കും ശാന്തിക്കും സന്തോഷത്തിനും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ കണ്ണീരുണ്ടായാൽ എന്താ അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, പിന്നീട് കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടാവുക, അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, പിണക്കങ്ങൾ വർദ്ധിച്ചു വരിക, ഇതൊക്കെ ഉണ്ടാകുന്നത് കണ്ണേറിൻ്റെ ലക്ഷണമാണ്. ക്ഷീണം ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ പ്രസരിപ്പ് ചോർന്നു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അടിക്കടി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, കണ്ണേറ് ബാധിച്ചിട്ടുണ്ട്. അതിന് കാരണമാകുന്നതോ ഇത്തരം കാട്ടിക്കൂട്ടലുകളും ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അദ്കാറു സബാഹ് വൽ മസ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും പതിവായി ചൊല്ലുന്ന അദ്കാറുകളും വിറുതുകളും ഒക്കെയാണ്. ഇത് തീർച്ചയായിട്ടും കണ്ണേറിൽ നിന്ന് കാവൽ തരും. അപ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, നമ്മളുടെ ഈ ചാനലിലൂടെ തന്നെ. അപ്പോൾ അതൊക്കെ എല്ലാവരും പതിവാക്കുക. നേരത്തെ പറഞ്ഞ പോലുള്ള ശീലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.